പലപ്പോഴും നമ്മളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളും വാർത്ത സംപ്രേഷണം ചെയ്യുന്ന രീതിയിലും പ്രതിപക്ഷ പാർട്ടികളോടൊരു സമീപനവും ഭരണകക്ഷിയോട് മറ്റൊരു സമീപനവും എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും വരാറുണ്ട്. ആ വിമർശനങ്ങളിൽ ചിലതിന് കാതലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത്, പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുക എന്നുള്ളത് മാധ്യമത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യം ഭരണകക്ഷിയായ ഒരു പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അപ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കേട്ട പഴികൾ അടിസ്ഥാനമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ളത് തന്നെയാണോ എന്നുള്ളത് ആഴമേറിയ വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒന്നാണ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെ നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ CPIM തിരുത്തൽ വരുത്തേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, നേതാക്കളുടെ നാക്കുപിഴയടക്കമുള്ള ശൈലികളിൽ മാറ്റം വരണം എന്നുള്ളത്. രണ്ടാമത്തത്, ഈ സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ടായി, ഭരണത്തിലൊരു ദൗർബല്യമുണ്ട്, ആ ഭരണത്തിലെ ദൗർബല്യം മാറ്റണം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനയിൽ തന്നെ വന്നുകൂടിയിരിക്കുന്ന ചില പ്രവണതകളുണ്ട്, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ വരവോടുകൂടി. ഈ 3 കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ വിവിധ തട്ടുകളിൽ നടന്നിരിക്കുന്ന ചർച്ചകളിൽ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് 3ഉം ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ പാർട്ടി പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന നിലപാട് ഉറപ്പിക്കാനൊന്നല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പാർട്ടി തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പക്ഷേ അപ്പോഴും നമ്മളിത് ഉയർത്തിക്കാണിക്കുന്നതിൻ്റെ അത്ര ആഴത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ തന്നെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആർഗ്യുമെൻ്റായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ പറയുന്നു നേതാക്കളുടെ നാക്കുപിഴയല്ല, നേതാക്കളുടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് വിഷ്വൽ ട്രാപ്പുകളിൽപ്പെട്ട നേതാക്കളും അണികളും ചെന്നപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിരോധ വാചകങ്ങൾ അവരെ തിരിഞ്ഞുകുത്തുന്നു. അതാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച രക്ഷാപ്രവർത്തനം എന്ന പൂച്ചട്ടി പ്രയോഗം. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ വിവരദോഷി എന്ന് പാർട്ടിയുടെ തന്നെ സഹയാത്രികനായിരുന്ന ഗീവർഗീസ് കുര്ലോസ് തിരുമേനിയെ വിശേഷിപ്പിച്ചത്. ഗീവർഗീസ് കുര്ലോസ് തിരുമേനിക്ക് ആ പേര് കിട്ടുന്നതിന് മുമ്പ് ഒരു ചരിത്രമുണ്ടായിരുന്നു. അത് ജോർജ് മാത്യു എന്നൊരു ചരിത്രമാണ്. കളരിപ്പറമ്പിലെ പഴയ ബ്രാഞ്ച് മെമ്പറായിട്ടിരുന്നൊരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിയെ തിരുത്താനോ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കാനോ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും കിറ്റുമായി ബന്ധപ്പെട്ടും പ്രളയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സൂചിപ്പിച്ച 2 വാക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പ്രയോഗം നടത്തുന്നത്. ഈ വാക്കുകളൊക്കെ സ്വാഭാവികമായും അധികാരത്തിലിരിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു ജനരോഷം അതിനോടുണ്ടാവും. അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട സഹൃദയത്വം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. അത് താൻ ഏതെങ്കിലും ഒരു വേദിയിലെത്തുമ്പോൾ അവിടെ ഒരു ആങ്കറായി നിൽക്കുന്നയാളോട് പോലും അത്തരം കമൻറ്റുകളൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ജനസാമാന്യം പെട്ടെന്ന് അധികാരത്തിലിരിക്കുന്ന ഒരാൾ, പാർട്ടി സെക്രട്ടറി അല്ല എന്നത് ഓർമ്മിക്കണം, അധികാരത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ജനപ്രിയതയ്ക്കെതിരായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ജനപ്രിയത എന്നുള്ളത് അധികാരത്തിലിരിക്കുന്ന ഒരു കക്ഷിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊരു മനോഹരമായൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് ഭേദിക്കപ്പെട്ടു പോകുന്നത് പലപ്പോഴും പാർട്ടിയിലെ ചില നേതാക്കൾ അഥവാ സർക്കാരിലെ ചിലർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ നാളെ മുതൽ ഉമ്മൻചാണ്ടിയുടെ ശൈലി സ്വീകരിക്കണം എന്നതാണ് നിലപാടെങ്കിൽ അത് തെറ്റായ നിലപാടാണെന്നാണ് എൻ്റെ പക്ഷം. കാര്യം ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെയും ശൈലി രണ്ടും 2 വ്യത്യസ്തങ്ങളായ ശൈലിയാണ്, 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയോഗമാണ്. അവിടെയാണ് സ്മൃതി പറഞ്ഞതുകൊണ്ടുള്ള എൻ്റെ വിനീതമായൊരു വിയോജിപ്പുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ജനപ്രിയമാകാൻ വേണ്ടി എന്താണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യേണ്ടത്? സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അമിതമായ നാട്യപ്രയോഗങ്ങൾ നടത്തുന്നത്, ഒരുതരം ദാസ്യപ്പണി നടത്തുന്നത് അതൊരു ഫ്യൂഡൽ മനോഭാവമാണ്. ആ രീതിയിലല്ല നിങ്ങളൊരു വോട്ടറെയോ സാധാരണക്കാരെയോ സമീപിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഇന്നുവരെ പാർട്ടി പ്രവർത്തകരെയും എല്ലാവരെയും ചേർത്തു നിർത്തുന്നതും അവരോട് സംസാരിക്കുന്ന ശൈലിയിലും കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ പൊതുവിഷയങ്ങളിൽ ചില സമയങ്ങളിൽ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേതെങ്കിലും തരത്തിലുള്ള ശൈലിയിലുള്ള ഒരു മാറ്റം പിണറായി വിജയന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പലപ്പോഴും നമ്മളുടെ സൗഹൃദവേളയിൽ പറയാറുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഘട്ടത്തിലും ഇതേപോലെ തന്നെയാണ് പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടുള്ളത്. തന്നെ പുകഴ്ത്തി പറയുന്ന ആങ്കറോട് താൻ ഇത്രയും പറയേണ്ടതില്ല, ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പിണറായി വിജയനാണ് കാണുന്നത്. തന്നെ പുകഴ്ത്തിപ്പാടുന്ന സ്തുതിപാഠകർക്കൊന്നും മുൻപിൽ അദ്ദേഹം നിൽക്കുന്ന കാഴ്ചയില്ല. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ വ്യത്യസ്തരായ ഒരു നേതാവാണ്. പക്ഷേ പൊതുയോഗങ്ങളിൽ നിൽക്കുമ്പോൾ, അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നവകേരള സദസ്സിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ തീർച്ചയായും കൈവിട്ടുപോയ പ്രതികരണങ്ങളാണ് എന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു. ഇതാണ് എൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ ടേക്ക്. ഇന്നിപ്പോൾ നോക്കൂ, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റായ കെ സുധാകരൻ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മരിച്ചത് വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ സെക്രട്ടറിയാണെന്ന് കരുതുക.
MV ഗോവിന്ദൻ മാഷാണ് ഈ വിഷയം പ്രതികരിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഇങ്ങനെയാണോ ഈ വിഷയത്തെ ട്രീറ്റ് ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ പോലും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യ സമീപനമുണ്ട്. അത് പലപ്പോഴും ഭരണകക്ഷികൾ കിട്ടാറില്ല. ഇത് പലപ്പോഴും ആനുപാതികമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പോൾ ധാരാളം പറയാറുണ്ട്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടിക്ക് പിഴച്ചുപോയോ, ന്യൂനപക്ഷ പ്രീണനം നടത്തി പാർട്ടി ഒരേ സമയം ഈഴവ വോട്ടുകളിൽ നിന്നും ക്രൈസ്തവ വോട്ടുകളിൽ നിന്നും അകന്നു നിന്നു എന്ന തരത്തിലുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ എന്താണ് ഈ ന്യൂനപക്ഷ പ്രീണനമായിട്ട് പറയുന്നത്? വിശാലമായ അർത്ഥത്തിൽ അത് ഇടതുപക്ഷ പാർട്ടി എടുക്കേണ്ട നിലപാടാണ് CA വിഷയത്തിൽ. ഇടതുപക്ഷ പാർട്ടിയാണ് ഇവിടെ പലസ്തീൻ വിഷയത്തിലുള്ള റാലികൾ സംഘടിപ്പിച്ചത്. ആ പലസ്തീൻ വിഷയത്തിൽ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇസ്രായേൽ വിഷയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തീയ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വംശക്കുരുതിയുടെ ഒരു സാഹചര്യം നടക്കുമ്പോൾ പാർട്ടി എന്ത് നിലപാടെടുക്കണം? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവിടെയും പാർട്ടിക്ക് എവിടെയാണ് അബദ്ധം പറ്റുന്നത്? പാർട്ടി ഈ നിലപാട് പ്രത്യയശാസ്ത്രപരമായി ശരിയായ നിലപാടെടുക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലീഗിനെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ചില തുറന്ന സമീപനങ്ങൾ കാണുന്നു. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിലപാടുകൾ എടുക്കുന്നു. ആ സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും ഒരു ഭാഗത്ത് ചർച്ചയാവുന്നു. ഇവിടെയാണ് സ്വാഭാവികമായും പാർട്ടിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിനും അപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങളാണോ പാർട്ടി പയറ്റുന്നത് എന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ പ്രവരീകരിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ശൈലി തിരുത്തുമ്പോൾ ഏതാണ് വേണ്ടെന്ന് വയ്ക്കേണ്ടത്? ഈ CAക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടാണ് താങ്കൾ പരാജയപ്പെട്ടത് എന്ന് പാർട്ടി വിലയിരുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ നിലപാടുമല്ല. പലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റാലി നടത്തിയതുകൊണ്ട് പാർട്ടി പരാജയപ്പെട്ടു എന്ന നിലപാടും എടുക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം പാർട്ടി മെഷീനറിക്ക് ഇല്ല എന്ന് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു പകരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പെരുമാറ്റങ്ങൾ തോമസ് ഐസക് പറഞ്ഞതുപോലെ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ പര്യാപ്തമായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം നോക്കൂ. ഹിന്ദു വോട്ടുകളിൽ ഈഴവ വോട്ടുകൾ ചോർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇവിടെ പാർട്ടി അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട നിലപാട് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നവോത്ഥാന സമിതിയുടെ തലപ്പ് തിരുത്തിക്കൊണ്ട് BDJS വഴി കൃത്യമായ വോട്ടൊഴുക്ക് ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു സമീപനത്തിൽ നിന്ന് പാർട്ടി പിന്മാറേണ്ടതുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ നിന്ന് OV വിജയൻ സാധാരണ പറയാറുണ്ട്, ഈ നമ്മൾ മനുഷ്യ മതിലുകളും ചങ്ങലുകളും തീർത്തുകൊണ്ടല്ല, സാമൂഹിക പ്രതിജ്ഞകളും തീർത്തുകൊണ്ടല്ല ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ കമ്മ്യൂണിസത്തിലേക്ക് കടത്തിവിടേണ്ടത്, പകരം ചർച്ചകളും തുറന്ന സംവാദങ്ങളും കൊണ്ടാണ് സാധ്യമാക്കേണ്ടത് എന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, പാർട്ടി തിരുത്തുന്നതിനോടൊപ്പം പാർട്ടി സൃഷ്ടിച്ചിരിക്കുന്നൊരു ഈ അധികാരത്തിൽ തുടർച്ചയായിട്ട് എത്തുമ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എല്ലാ പാർട്ടികൾക്കും സംഭവിക്കുന്നത് പോലെ ഒരു സാംസ്കാരികമായ മണ്ഡലത്തെ അത് കൈയൊഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്വതന്ത്രമായ വിമർശനങ്ങളുള്ള ഒരു ഇടമല്ലാതായി മാറിയിരിക്കുന്നു. സ്തുതിപാഠകരായിട്ടുള്ള ആളുകൾ ഈ പൗരസമൂഹത്തിൻ്റെ ഭാഗത്ത് ജൈവബുദ്ധിജീവികളായി മാറേണ്ട മനുഷ്യർ സ്തുതിപാഠകരായി മാറുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പോലും അത്തരം വിമർശനങ്ങൾ സാധ്യമല്ലാതെ പോകുന്നത്. ആ ഘട്ടത്തിലും ആത്മവിമർശനപരമായി ഞാൻ പറയുന്നത്, പാർട്ടി തിരുത്തുമോ എന്ന നമ്മുടെ ചോദ്യത്തിൽ പാർട്ടി തിരുത്തേണ്ടത് ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടല്ലെന്നും, എന്നാൽ ആ രാഷ്ട്രീയ നിലപാടിനെ ഒരുപക്ഷെ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ എന്ന ഘട്ടത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന ചില നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ രണ്ട് വിഷയങ്ങളിൽ പ്രകടമാണ്. ഒന്ന്, മൈനോറിറ്റി അപ്പീസ്മെൻ്റ്, ന്യൂനപക്ഷ പ്രീണനം എന്ന രീതിയിലുള്ള ഒരു ആശയത്തെ നമ്മൾ മുന്നോട്ട് വെച്ചു. അതാകട്ടെ സമസ്തയുടെയും ലീഗിൻ്റെയും നീക്കുപോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. പക്ഷേ പലസ്തീൻ വിഷയത്തിലോ CAA വിഷയത്തിലോ യൂണിഫോം സിവിൽ കോഡിലോ പാർട്ടി എടുത്ത നിലപാട് ശരിയല്ല. അതല്ല തിരുത്തേണ്ടത് എന്നാണ് എൻ്റെ വിഷയം. രണ്ട്, പിണറായി വിജയൻ്റെ ശൈലി തിരുത്തണം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അന്ന് മുതൽ ഇന്ന് വരെ സ്വീകരിച്ചു വരുന്നൊരു ശൈലിയുണ്ട്. തിരുത്തേണ്ടത് ആ ശൈലിയല്ലെന്നും, പക്ഷേ പൊതുവേദികളിൽ അദ്ദേഹം ഇപ്പോൾ തോമസ് ചാഴികാടനുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ നടത്തിയ പരാമർശം അത് വലിയ രീതിയിൽ കോട്ടയം ബെൽറ്റിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി. കാരണം ഒരു വലിയ വിഷ്വൽ ട്രാപ്പിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. നമ്മുടെ വാചകങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ കാഴ്ചകൾ എന്നേക്കുമായി പ്രേക്ഷകരുടെ മുന്നിൽ മാഗ്നിഫൈഡായി അത് പർവ്വതീകരിക്കപ്പെട്ട് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കാണിക്കേണ്ട മിതത്വവും ജാഗ്രതയും സ്വാഭാവികമായും കാട്ടാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പാർട്ടി തിരുത്തുമോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം, നേരിട്ടുള്ള ഉത്തരം, പാർട്ടി തിരുത്തുമെന്ന് തന്നെയാണ്. പക്ഷെ തിരുത്തേണ്ടത് രാഷ്ട്രീയ നിലപാടല്ല, പകരം തിരുത്തേണ്ടത് ഈ ശൈലീ പ്രയോഗത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.